ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അക്കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. യുദ്ധഭൂമിയിൽ പരിക്കേറ്റ ഒരു സൈനികനെ സംബന്ധിച്ച് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആ നിർണായക സമയത്തെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. എന്നാൽ ശത്രുവിന്റെ വെടിയുണ്ടകൾ പെയ്യുന്ന, മിസൈൽ ഭീഷണിയുള്ള ഒരിടത്തേക്ക് ഹെലികോപ്റ്ററുകൾ അയച്ച് പരിക്കേറ്റവരെ രക്ഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഹെലികോപ്റ്ററുകൾക്ക് പോകാൻ കഴിയാത്ത മരണ ചുഴികളിലേക്ക് കടന്നു ചെന്ന് പരിക്കേറ്റ സൈനികരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാൻ സ്വയം പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേന സജ്ജമാകുന്നത്. എന്താണ് ഈ പദ്ധതി? എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. സാധാരണയായി ഇത്തരം രക്ഷാ ദൗത്യങ്ങളെ കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നാണ് വിളിക്കുന്നത്. നിലവിൽ ഇതിനായി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ ശത്രുവിന്റെ റഡാറുകൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും എന്നതും അവ തകർന്നാൽ പൈലറ്റുമാരുടെ ജീവൻ കൂടി ആപത്തിലാകും എന്നതും വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് പുതിയ റെസ്ക്യൂ ഡ്രോണുകളുടെ പ്രസക്തി. ലളിതമായി പറഞ്ഞാൽ, പൈലറ്റ് ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡ്രോണുകൾക്ക് ശത്രുവിന്റെ വെടിയുണ്ടകൾക്കിടയിലൂടെ പരിക്കേറ്റ സൈനികന്റെ അടുത്തെത്താനും അവരെ സുരക്ഷിതമായി വഹിച്ചുകൊണ്ട് തിരികെ വരാനും സാധിക്കും. ഈ ഡ്രോണുകളുടെ പ്രവർത്തന രീതി അതിശയിപ്പിക്കുന്നതാണ്. ഇതിന് പറന്നുയരാനോ ഇറങ്ങാനോ പ്രത്യേക റൺവേയുടെയോ ആവശ്യമില്ല. അതായത് കാട്ടിലോ കുന്നിൻ ചെരുവിലോ ഉള്ള എവിടെ വേണമെങ്കിലും ഇവയ്ക്ക് ഇറങ്ങാൻ സാധിക്കും. ശത്രു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ജാം ചെയ്താലും സ്വന്തം സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഏകദേശം 400 കിലോയോളം ഭാരം ചുമക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾക്ക് ഒന്നിലധികം സൈനികരെ സ്ട്രക്ചറിൽ വഹിക്കാൻ കഴിയും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ മാറ്റം നൽകുന്ന മുന്നേറ്റം വളരെ വലുതാണ്. ഒന്നാമതായി, പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കാം. അതിസാഹസികമായ രക്ഷാ ദൗത്യങ്ങളിൽ മനുഷ്യജീവന് പകരം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ റിസ്ക് ഇല്ലാതാകുന്നു. രണ്ടാമതായി, ഏത് കാലാവസ്ഥയിലും ഇതിന് പ്രവർത്തിക്കാം. സിയാച്ചിൻ പോലുള്ള മേഖലകളിൽ 20,000 അടി ഉയരത്തിൽ വരെ സുഖകരമായി പ്രവർത്തിക്കാൻ പാകത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ വലിപ്പം കുറവായതുകൊണ്ട് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ അതിവേഗത്തിൽ ദൗത്യം പൂർത്തീകരിക്കാനും ഇവയ്ക്ക് സാധിക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ എമർജൻസി പ്രൊക്യൂർമെന്റ് വഴി അതിവേഗത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ 50% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. ഇത് ആത്മനിർഭർ പദ്ധതിക്ക് വലിയൊരു മുന്നേറ്റം നൽകുന്നു. ഇത് വെറും ഒരു റെസ്ക്യൂ ഡ്രോൺ മാത്രമല്ല, മറിച്ച് യുദ്ധസമയത്ത് അതിർത്തികളിലെ സൈനികർക്ക് ആഹാരവും ഭക്ഷണവും ആയുധങ്ങളും എത്തിക്കാനുള്ള ഒരു ലോജിസ്റ്റിക്സ് പ്ലാറ്റ്ഫോം കൂടിയാണിത്. 200 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ചെന്ന് നിരീക്ഷണം നടത്താനും അടിയന്തര ഘട്ടങ്ങളിൽ ആക്രമണം നടത്താനും ഇവയെ സജ്ജമാക്കാം. ഭാവിയിലെ യുദ്ധങ്ങളിൽ യന്ത്രമനുഷ്യരും ഡ്രോണുകളും വലിയ പങ്ക് വഹിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു യന്ത്രമനുഷ്യൻ ആകാശത്ത് നിന്ന് വരുമെന്നത് ഒരു സൈനികനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ്. സാങ്കേതിക വിദ്യ സൈനികന്റെ കാവലാളാകുമ്പോൾ ഇന്ത്യ കൂടുതൽ സുരക്ഷിതമായ കൈകളിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ നീക്കം നമ്മുടെ പ്രതിരോധ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നത് ഉറപ്പാണ്.